ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിയു ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇങ്ങനെ ഒരുങ്ങിയിട്ടൊക്കെ ഇരിക്കുന്നത്, അല്ലാതെ വീഡിയോ എടുക്കാൻ വേണ്ടി ഒന്നും ഒരുങ്ങിയതല്ല കേട്ടോ. അപ്പോൾ ഷൂട്ട് പോയിട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ എടുക്കണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോയുടെ അങ്ങ് എടുക്കാം ഇതിന്റെ കൂടെ നിന്ന്. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പം എല്ലാവരുടെയും മനസ്സിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണില്ലേ, ഇപ്പം ഉള്ളിൽ ചെറുതായിട്ടെങ്കിലും വരുന്ന ഒരു കാര്യമാണില്ലേ വെളുക്കുക എന്നുള്ളൊരു ചിന്ത. എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആയാലും എൻ്റെ മനസ്സിലും വെളുക്കുക എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. ഞാനൊരു മീഡിയം സ്കിൻ ടോൺ ആണ്. അപ്പം എൻ്റെ മനസ്സിൽ അതിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ചിന്താഗതിയായിട്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്, എങ്കിലും ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. ഇങ്ങനെ വെളുക്കുന്നത് കൊണ്ട് മാത്രമല്ല എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പോൾ. എങ്കിലും അവിടെ എവിടെയൊക്കെ ചിലവരുടെയൊക്കെ മനസ്സിൽ വെളുക്കണമെന്നൊക്കെയുള്ള ഒരു ചിന്തയുണ്ട്, സത്യമല്ലേ? അപ്പം ആ ഒരു കാര്യം പറഞ്ഞൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ ഈ വെളുക്കുക എന്നതിലുപരി ഒരു നല്ല ഹെൽത്തി ആയിട്ടൊരു സ്കിൻ എങ്ങനെ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക എന്നാണ് നമ്മൾ നോക്കേണ്ടത്. വെളുക്കുക എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പല രീതിയിലും പറ്റും. പല വൈറ്റനിങ് ക്രീംസും പല വൈറ്റനിങ് ക്രീംസും നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. വെളുക്കുക എന്ന് വെച്ചാൽ അതായത് എനിക്ക് തോന്നുന്നു ഒരു 6 to 7 days മാത്രം മതി അത് അപ്ലൈ ചെയ്തിട്ട്. എനിക്ക് തോന്നുന്നത് വെയിൽ കൊണ്ടാൽ നമുക്ക് ഭയങ്കര പ്രോബ്ലം ആണെന്നില്ലേ, പക്ഷെ അതൊക്കെ എപ്പോഴും ടെമ്പററി ആണ്, പെർമനന്റ് അല്ല. കാരണം നമ്മൾ അത് നിർത്തിയ ഉടനെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ച് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്കിൻ ടെക്സ്ചറിന്റെ പഴയ ആ ഒരു ടെക്സ്ചറിനെക്കുറിച്ച് ഒന്നുകൂടെ നമ്മൾ ഇരുണ്ടു പോകും ആ ഒരു ക്രീമൊക്കെ നിർത്തി. അതൊക്കെ ഭയങ്കര നമ്മുടെ ബോഡിക്കൊക്കെ ഭയങ്കര ദോഷമായിട്ടുള്ള കാര്യം. അപ്പൊ നമ്മൾ ഈ വെളുക്കുക എന്നുള്ളൊരു ചിന്താഗതി മാറ്റിയിട്ട് നമ്മൾ എങ്ങനെ നമുക്കുള്ള ആ ഒരു സ്കിന്നിനെ നല്ല ക്ലിയർ ആയിട്ടും നല്ല ഗ്ലോ ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് മാത്രം ചിന്തിക്കുക. അങ്ങനെ ആ ഒരു ചിന്താഗതി ഉള്ളവർ മാത്രമേ ഈ വീഡിയോ കാണുക കേട്ടോ. കാരണം വെളുക്കാൻ വേണ്ടിയല്ല, നമ്മൾ ഇപ്പം നമ്മുടെ ഒരു സ്കിന്ന് ഇല്ലെങ്കിൽ ഇപ്പൊ ടാനൊക്കെ അടിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാണും. ആ ഒരു സ്കിന്നിനെ നമുക്ക് ഒരു ടെക്സ്ചറോ അല്ലെങ്കിൽ 1, 2, 3 ഷെയ്ഡ് ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മുടെ ആ ഒരു സ്കിന്നിനെ ഇപ്പം ജനറ്റിക്സ് ആയിട്ട് വരുന്നൊരു കളറിൽ നിന്നും ഭയങ്കര കളർ വ്യത്യാസം വരണമെന്നും പറഞ്ഞ് ഒന്നും നിങ്ങൾ ഇരിക്കരുത്. അങ്ങനെയൊന്നുമല്ല, നമ്മുടെ ഇപ്പം ഉള്ള ഒരു സ്കിൻ ടെക്സ്ചറിനെ കുറിച്ച് 1, 2, 3 ഷെയ്ഡ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പം അതെങ്ങനെയാണില്ലെങ്കിൽ ആ ഒരു ബ്രൈറ്റനിങ്ങും ആ ഒരു ഗ്ലോയും അതൊക്കെ എങ്ങനെയല്ലെങ്കിൽ ആ ഒരു ഫേസ് ലൈറ്റനിങ് ഒക്കെ എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ആണ് ഇത്. അപ്പം നമുക്ക് നേരെ എങ്ങനെയാണ് ആ ഒരു സ്കിൻ ടെക്സ്ചറിൽ എത്തുന്നത് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു സ്കിന്ന് ഫോളോ ചെയ്തുകൊണ്ട് പോകേണ്ടത് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് ഇവിടെ എന്തോ അപ്പുറത്ത് പണി നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ കുറച്ച് ശബ്ദമൊക്കെ കാണും. അപ്പൊ നിങ്ങൾ ക്ഷമിക്കുക, അങ്ങനെ വല്ല ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പൊ ആദ്യം എന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറ്റണം. അതിൽ നിന്നും ഒരുപാട് നമ്മുടെ ഹെൽത്ത് നല്ല ഇതായിട്ട് ഇരിക്കുന്ന ഒരുപാട് ഇതുണ്ട്. കാരണം നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് കഴിക്കുകയും നമ്മുടെ ബോഡി അങ്ങനെ നോക്കാതെ നമ്മൾ അമിതമായിട്ട് ഇപ്പം നമ്മൾ കഴിക്കുന്ന ഫുഡിൽ തന്നെ നമ്മുടെ ഒരു ഹെൽത്തി ഒരു സ്കിന്നിന് നഷ്ടപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും നമ്മളിപ്പോൾ ജങ്ക് ഫുഡ്സ് ആയാലും ഇപ്പം ഞാനായാലും പുറത്തുനിന്ന് ഇരുന്നപ്പം എണ്ണ പലഹാരം ആയാലും അങ്ങനെ ഒരുപാട് ഫുഡ്സ് ഒക്കെ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഹെൽത്തിനെ നോക്കുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ കുറച്ച് മാർഗങ്ങളുണ്ട് നമ്മുടെ ഹെൽത്തിനെ ഇതാക്കാം. പിന്നെ നമ്മൾ എന്താ വേണ്ടത്, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഏറ്റവും നല്ലൊരു നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാനും ഒരു നല്ലൊരു ഹെൽത്തി സ്കിന്നിന് നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ല പോലെ വെള്ളം കുടിക്കുക. അത്ര തന്നെ വെള്ളം നന്നായിട്ട് കുടിക്കണം കേട്ടോ. ഞാനിപ്പം നന്നായിട്ട് വെള്ളമൊക്കെ കുടിക്കും. അതൊക്കെ ഇപ്പം എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കാതിരിക്കും, കാരണം സമ്മറൊക്കെ അല്ലേ. അപ്പം സമ്മറൊക്കെയാണ് നമ്മൾ ഈ പുറത്തോട്ടൊക്കെ ഇറക്കുമ്പം നിങ്ങൾ സേഫായിട്ട് ഇരിക്കുക. കാരണം വെയിലൊക്കെ അടിച്ച് ഭയങ്കര പ്രോബ്ലമൊക്കെ ആണെന്ന് അറിയാലോ. അതൊക്കെ അല്ല. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പം എന്താണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പം എനിക്ക് എൻ്റെ ഒരു സ്കിൻ ടെക്സ്ചർ ഞാൻ ഇമ്പ്രൂവ് ആക്കിയത്, എനിക്ക് ഇമ്പ്രൂവ് ആയത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളൊരു കാര്യമായിട്ട്. ഇപ്പം വേറൊരാൾ അങ്ങനെയല്ല, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് എൻ്റെ സ്കിൻ ടെക്സ്ചർ മാറിയിട്ട്. ഇപ്പം എനിക്കത് മാറി എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. അത് മസ്റ്റായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് മനസ്സിലാക്കണം. കാരണം നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാതെ നമ്മുടെ ഫേസിലേക്ക് നമ്മൾ പല കാര്യങ്ങളും അപ്ലൈ ചെയ്യുമ്പോൾ, അപ്പൊ നമ്മുടെ സ്കിൻ
ടൈപ്പ് മനസ്സിലാക്കാതെ നമ്മുടെ ഫേസിലോട്ട് ഇപ്പം നമ്മുടെ സ്കിന്നിന് ചേരാത്ത സൺസ്ക്രീന് മോയ്സ്ചറൈസർ ഒക്കെ നമ്മുടെ സ്കിൻ ഡാർക്ക് ആവും. ഇപ്പൊ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പം എനിക്ക് സൺസ്ക്രീൻ ഇട്ടിട്ട് എന്റെ ഫേസ് ഒന്നും കൂടെ ഡാർക്ക് ആവുന്നു. അതിനൊക്കെ ഒട്ടുമിക്ക കാരണം എന്താണ്, നമുക്ക് പറ്റാത്ത സൺസ്ക്രീനും മോയ്സ്ചറൈസറും ഇപ്പൊ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ ഫേസ് റിയാക്ട് ചെയ്യുന്നത്. അതിന് വേണ്ട കാര്യം എന്താണ്, നമ്മുടെ ഫേസ് അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാം. ഇപ്പൊ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതെന്താന്ന് വെച്ചാൽ രാത്രിയിൽ നമുക്ക് ചേരുന്ന ഒരു ഫേസ് വാഷ് വെച്ച് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യണം. ഇപ്പൊ നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യരുത്. കാരണം നമ്മുടെ ഫേസ്, നമ്മുടെ സ്കിൻ ഈ ഒരു പാർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര തിന്നാണ്. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് ഹാർഷായിട്ട് ഇങ്ങനെ ഒരിക്കലും ഫേസ് വാഷ് ചെയ്യരുത്. അപ്പൊ നമ്മൾ എപ്പോഴും നല്ല സ്മൂത്തായിട്ട് നല്ല പതുക്കെ ഫേസ് വാഷ് ചെയ്തിട്ട് ഒരിക്കലും മുഖം തുടയ്ക്കാതെ നേരെ കിടന്നുറങ്ങുക. അപ്പം ആ ഒരു നനവ് എന്താണ്, തന്നെ നമ്മുടെ ആ ഒരു നനവ് ഉണങ്ങണം. അതിനുശേഷം പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ ഫേസിൽ അങ്ങും ഇങ്ങും മാത്രമായിട്ട് ഓയിലി ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ്. ഫുള്ള് ഓയിലി ആണ്, ഇല്ല എണ്ണത്തൊട്ടി പോലെയൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ഓയിലി സ്കിന്നാണ്. പിന്നെ പ്രത്യേകിച്ചൊന്നും ഇല്ല, നോർമലായിട്ട് തന്നെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ. പിന്നെ ഇങ്ങനെ പൊരിഞ്ഞിളകുന്ന പോലെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രൈ സ്കിൻ. അതാണ് ഒരു മെത്തേഡ് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാൻ. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുക. ഇല്ലെങ്കിൽ എന്താണ്, ഫേസ് വാഷ് ചെയ്തിട്ടൊരു ഇതേപോലെ തന്നെ ഉണങ്ങിയ ശേഷം ഒരു അരമണിക്കൂറിന് ശേഷം ഒരു ടിഷ്യൂ പേപ്പറോ എല്ലാം എടുത്തു വെച്ച് ഫേസിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുമ്പം അതിലിപ്പം പറഞ്ഞ പോലെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ എണ്ണ പിടിക്കുന്നുണ്ട് എങ്കിൽ ഓയിലി, അങ്ങനെ അതൊന്ന് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നല്ലൊരു ഫേസ് വാഷ് ചൂസ് ചെയ്യണം. നമുക്ക് പറ്റുന്ന, ഇപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു ഫേസ് വാഷ് ചൂസ് ചെയ്യണം. അതിനുശേഷം പിന്നെ നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് നമ്മൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമായിട്ടുണ്ടോ, മോയ്സ്ചറൈസർ. നമ്മുടെ ഫേസ് എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്ത് വെക്കണം. അതിൽ നിന്ന് ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതേപോലെ പിന്നെ സൺസ്ക്രീനിന്റെ കാര്യം അറിയാലോ. സൺസ്ക്രീൻ ഇപ്പോഴായാലും എനിക്ക് തോന്നുന്നു പണ്ടത്തെക്കാട്ടി കൂടുതൽ സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാത്ത ചുരുക്കം പേരാണില്ലേ. സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. സൺസ്ക്രീൻ യൂസ് ചെയ്തേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഭാവിയിൽ അതിന്റെ ഒരു ദോഷമൊക്കെ മനസ്സിലാവും. അപ്പം നല്ലൊരു സൺസ്ക്രീൻ ചൂസ് ചെയ്യണം. അതേപോലെ ഒരു കാര്യമാണ് സിറം. നിങ്ങളൊരു സിറം മസ്റ്റായിട്ടൊരു സിറം ഫോളോ ചെയ്ത് പോകണം. അപ്പൊ ഈ ഒരു ഫേസ് വാഷും പിന്നെ സെക്കൻഡ് സിറവും മോയ്സ്ചറൈസറും സൺസ്ക്രീനും അപ്ലൈ ചെയ്ത് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്ത് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ഫേസിൽ മാറ്റം ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ചേരുന്ന പ്രോഡക്ട്സ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പം ഓയിലി സ്കിന്നുകാരുടെ, ഡ്രൈ സ്കിന്നുകാരുടെ, അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ അങ്ങനെയൊക്കെ ചൂസ് ചെയ്ത് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ റിയാക്ട് ചെയ്യും. ഇപ്പം നമ്മുടെ സ്കിന്നിന് പറ്റാത്ത സിറംസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി അതിനെക്കുറിച്ചൊക്കെ കുറച്ച് പഠിച്ച് ഒക്കെ കൂടുതൽ എനിക്കൊന്ന് നമ്മളൊരു നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നമുക്ക് പറ്റുന്നതൊക്കെ ചൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടെ ബെറ്റർ. അവർ ചിലപ്പോൾ നമുക്ക് നല്ല നമ്മുടെ സ്കിന്നിന് ചേരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പൊ ഈ ഒരു കാര്യമൊക്കെ ഫോളോ ചെയ്ത് പോകുമ്പം തന്നെ നിങ്ങളുടെ സ്കിന്നിന്റെ ഒരു 1-2 ഷെയ്ഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്നത് നിങ്ങൾക്ക് പതുക്കെ മനസ്സിലാവും. നിങ്ങൾ വെയിറ്റ് ചെയ്യണം, പേഷ്യൻസ് നന്നായിട്ട് വേണം. നിങ്ങൾക്ക് മനസ്സിലാവും. ട്രസ്റ്റ് മീ, എനിക്ക് കിട്ടിയാണ്. പിന്നെ നമ്മൾ മാക്സിമം വെയിൽ കൊള്ളാണ്ടിരിക്കുക. കൂടുതൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്നത് ടാൻ ആണ്, കരുവാളിപ്പ്. അത് നമ്മൾ അമിതമായിട്ട് വെയിലത്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടാൻ വരുന്നത്. അത് നിങ്ങളുടെ ഫേസിൽ നിന്ന് ആദ്യം എടുത്ത് കളയാം. ഞാൻ ടാൻ റിമൂവൽ ചെയ്യുന്ന ഒരു പാക്ക് എൻ്റെ ചാനലിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ കയറി ഒന്ന് കാണാൻ, നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ്, പക്കയാണ്. ഞാനൊക്കെ ഇപ്പം ഞാൻ പുറത്ത് പോയി നന്നായിട്ട് വെയിലൊക്കെ കൊണ്ടിട്ട് വന്നേ. ഞാനിപ്പോൾ ശരിക്കും ഞാൻ ആ ഒരു പാക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. എല്ലാം റെഡി ആക്കിയിട്ട് അകത്ത് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ഫേസിൽ നന്നായിട്ട് ടാൻ അടിച്ച് കാണും, കാരണം നന്നായിട്ട് വെയിൽ കൊണ്ടു. അപ്പോൾ ഞാനിപ്പോൾ അതിടും. അത് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. ഒരു 7 to 8 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങൾ കയറി ഒന്ന് ചെക്ക് ചെയ്താൽ മതി വീഡിയോ. അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുന്നോ, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇപ്പം ഓരോ സ്കിന്നുകാർക്കും ചേരുന്ന ഫേസ് വാഷും സൺസ്ക്രീനും സിറം, ഇല്ലെങ്കിൽ സിറം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഉറപ്പായിട്ടും ഉടനെ ഇടുന്നതായിരിക്കും. കാരണം കുറേ പേര് എൻ്റെ അടുത്ത്, എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചു എനിക്ക് പറ്റിയ സിറംസ് ഏതൊക്കെയാണ്. അപ്പം ഓരോരുത്തരുടെ അടുത്തായിട്ട് പറഞ്ഞു കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതൊരു വീഡിയോ ചെയ്തിരുന്നതല്ലേ. അപ്പം ഉറപ്പായിട്ടും ഞാൻ ഏതൊക്കെ സിറം എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ സൺസ്ക്രീനും ഫേസ് വാഷും നല്ല ബ്രാൻഡിൻ്റെ ഏതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കിപ്പം പുതിയ കാര്യം അറിയാത്ത കുറേ ചെറിയ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. അപ്പം അത് ഞാൻ പറഞ്ഞു തന്ന എന്തെങ്കിലുമൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നൊന്ന് കമന്റ് ചെയ്യണേ. നോക്കാമല്ലോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ.
ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കും. നല്ലൊരു സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഒരു ലൈഫിന്റെ ഭാഗമാക്കി മാറ്റി ഒന്ന് ചെയ്ത് നോക്കിയേ. നന്നായിട്ട് നിങ്ങളുടെ സ്കിന്നിൽ നല്ല ഇമ്പ്രൂവ്മെന്റ്, നല്ല സ്കിന്ന് ബ്രൈറ്റ് ആവും, സ്കിന്ന് ലൈറ്റ് ആവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കുറേ അധികം പ്രോബ്ലംസ്, ഇപ്പൊ പിമ്പിൾസ് ആയാലും ഡാർക്ക് സ്പോട്ട്സ്, പിഗ്മെന്റേഷൻ, അതൊക്കെ ഒരു പരിധി വരെ മാറ്റാൻ പറ്റും. ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ഫോളോ ചെയ്തു പോയാൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. നമ്മൾ ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. അപ്പം നമ്മൾ നല്ലൊരു സ്കിൻ റൂട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിന് നന്നായിട്ട് നല്ല വ്യത്യാസങ്ങളൊക്കെ വരും. ഇപ്പം കുറച്ച് ഫേസ് പാക്ക് ഒക്കെ ട്രൈ ചെയ്യണം. വെറുതെയൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഫേസ് പാക്ക് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിൽ നിന്നൊക്കെ ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫേസിന് ഉണ്ടാവും. അത് എപ്പോഴും നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിനെ അല്ലെങ്കിൽ ഈ അപ്പം ഞാൻ പറഞ്ഞ പോലെ വൈറ്റനിങ് ക്രീംസും അതൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് അതൊന്നും നല്ലതല്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് സ്യൂട്ട് ആവുന്നത് ഇല്ലെങ്കിൽ നല്ല ബ്രാൻഡിൻ്റെ ആയാലും നല്ല കാര്യങ്ങൾ മാത്രം നമ്മൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങളുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസിൽ നല്ല ചേഞ്ചസ് ഉണ്ടാവും. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കാരണം എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് പറയുന്നത്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റ. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കണം. സമ്മറൊക്കെയാണ്, സേഫായിട്ടിരിക്കണം. അപ്പം ബൈ.